ഹലോ എവരിവൺ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇപ്പോൾ ദാ ദിവാലിയാണ്. അപ്പോൾ എല്ലാവരും ദിവാലി സ്വീറ്റ്സ് ഒക്കെ വാങ്ങുന്ന ഒരു സമയമാണ്. നമ്മൾ സാധാരണ ഇന്ത്യൻ സ്വീറ്റ്സ് വാങ്ങുന്നത് ഒന്നുകിൽ ലുലു, FFC, പിന്നെ സാഫ്രാൻ അവിടെ നിന്നൊക്കെയാണ്. അപ്പോൾ ഞാനൊരു ഹോം മെയ്ഡ് സ്വീറ്റ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി. ഹോം മെയ്ഡ് സ്വീറ്റ്സ് വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം. നല്ല സ്വീറ്റ്സ് ആയിരുന്നു അത്. എന്താ പറയുക, ലിലി ബീസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ചാനലിലുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ സാധാരണ സ്മോൾ പാക്കറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടും അയ്യങ്കാർ സ്വീറ്റ്സിൻ്റെ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഭയങ്കര ഫാനാണ്. നമ്മുടെ ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യൻ സ്വീറ്റ്സിൽ അയ്യങ്കാർ സ്വീറ്റ്സ്. ലുലുന്നും FFCന്നും ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് അവിടെ നിന്നൊക്കെയാണ് നമുക്ക് സാധാരണ അയ്യങ്കാർ സ്വീറ്റ്സിൻ്റെ ബോക്സ് കിട്ടാറ്. അത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ചെറിയ പാക്ക്, അതായത് 12 റിയാലിറ്റിയാണ് ഒരു ബോക്സിനുള്ളത്. അതിൽ ലഡു ഉണ്ട്, അടിപൊളിയാണ് കേട്ടോ അവരുടെ ലഡു. അതേപോലെ മിനി ചെറിയ ചെറിയ ജാഗ്രീസ് ഉണ്ട്, പിന്നെ ബാദുഷ, അതേപോലെ പിന്നെന്താണ് ഗീപാക്ക്. ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് ആണ്, അത്രയും ഇഷ്ടമാണ്. അപ്പോഴാണ് ഞാൻ തസ്നിം ഇൻസ്റ്റയിലൊരു എന്താ പറയുക, എൻ്റെ ഫ്രണ്ടാണ് തസ്നിം, ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ദിവാലി ബോക്സ് ആയിട്ട് അയ്യങ്കാർ സ്വീറ്റ്സിൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. അവൾ ഗെറ്റിറ്റിൽ നിന്നാണ് വാങ്ങിയത്, ഞാനും ഗെറ്റിറ്റിൽ. അപ്പോൾ ഇന്ന് രാവിലെ ഓർഡർ ചെയ്തു, വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കും അവർ ഡെലിവറി തന്നു. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഈ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന്. ബോക്സ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബോക്സ്. ഇത്രയും സാധനങ്ങളാണ് ഈ ദിവാലി ബോക്സിൽ അവരുടെ ഉള്ളത്. ഇത് നമ്മുടെ നോർമൽ ലഡു ഉണ്ട്, പിന്നെ ഇതാ ജാഗ്രി, മിനി ജാഗ്രി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ഉണ്ടാവുള്ളൂ. അതുണ്ട് 2 എണ്ണം. ഇതെന്താന്ന് എനിക്കറിയില്ല, പിസ്ത ഫ്ലേവറിലുള്ളത്. പിന്നെ നമ്മുടെ നോർമൽ മൈസൂർ പാക്കുണ്ട്, ഇതൊരു സ്വീറ്റ് ഉണ്ട്. ഇത് കാജു കത്ലി, പിന്നെ പേടയുണ്ട്, ബാദുഷയുണ്ട്, നമ്മുടെ ഗീ പാക്കുണ്ട്, പിന്നെ മോതിച്ചൂർ ലഡു ഉണ്ട്. ഇത്രയും സാധനങ്ങളാണുള്ളത്. ഈ ഒരു ബോക്സിന് 40 റിയാലാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാനിത് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് ഗീപാക്ക്. ഗീപാക്ക് എടുക്കാൻ തന്നെ അത്രയും സോഫ്റ്റാണ് കേട്ടോ. ഓ, എനിക്കിത് നിന്നിട്ട് കണ്ടോ, അത്രയും സോഫ്റ്റാണ്. നമ്മൾ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുള്ളതാണ്, ഞങ്ങൾക്ക് ഇതിന്റെ കാര്യം അറിയുകയും ചെയ്യാം. പിസ്ത ബർഫി നമ്മൾ കഴിച്ചിട്ടില്ല, പക്ഷെ അത് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ബോക്സിലൊക്കെ സ്ഥിരമായിട്ടുള്ള ഒരു സ്വീറ്റാണ്. അതേസമയം ആ ബോൾ പോലത്തുള്ള പേടയില്ലേ, അതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നത് റെഡ് കളറിൽ എന്തെങ്കിലുമൊക്കെ കാണും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഈ പേരയ്ക്ക പോലെയാണ് അവർ മീൻ ചെയ്യുന്നത്, ഇല്ലല്ലേ? ഓക്കെ, പേട തന്നെയാണെന്ന് തോന്നുന്നു. നോർമൽ പേട ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ടുണ്ടെന്ന് മാത്രം. ഓക്കെ, പിന്നെ ഇത് പിന്നെ നമ്മുടെ നോർമൽ പേട, മിൽക്ക് പേടയുണ്ട്, ലഡു ഉണ്ട്. പക്ഷെ ഇവരുടെ ലഡു മറ്റേ നമ്മൾ മേടിക്കാറുള്ള ചെറിയ ലഡു ഉണ്ട്, അതിന്റെ ടേസ്റ്റ് വേറെ. അതെ, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ജാഗ്രി എന്റെ ഫേവറേറ്റ്, മിനി ജാഗ്രി. അച്ചുവിന്റെ അതെ, മിനി ജാഗ്രി. ഇത് ഒരു രക്ഷയില്ല കേട്ടോ, ഉള്ളിൽ ഭയങ്കര ജ്യൂസ്. മുറിച്ച് കാണിച്ചോ, നടുവൊന്ന് ബ്രേക്ക് ചെയ്താൽ അറിയാൻ പറ്റും അതിൻ്റെ ജ്യൂസ്. ഇത് ചെറുതായതുകൊണ്ട് അത്ര അറിയില്ല. നല്ല ഗ്ലേസിങ് കാണാണ്ടോ, ആ ഗ്ലേസിങ് ശരിക്കും വായിലിട്ട് കഴിഞ്ഞാൽ ഒരു ജ്യൂസ് പോലെ അടിപൊളിയാണ്. അതാണ് മിനി ജാഗ്രി. പിന്നെ മൈസൂർ പാക്കുണ്ട്, അത് അടിപൊളിയാട്ടോ. എല്ലാം 2 പീസ്, ബാദുഷ ഒരു പീസേ ഉള്ളൂ. ബാദുഷ ഒരു പീസ്, ബാക്കി എല്ലാം 2 പീസ്. ഇതും നമ്മുടെ സാധാരണ ഇവിടെ കിട്ടുന്ന മൈസൂർ പാക്ക് എന്ന് വെച്ചാൽ കുറച്ച് ഹാർഡായിരിക്കും, പക്ഷെ ഇത് നല്ല സോഫ്റ്റാണ്. ഗീപാക്ക് പിന്നെ വേറെ ലെവലാണ്, സൂപ്പർ. പിന്നെ ബാദുഷയുണ്ട്. എല്ലാം ഒന്നും ഹാർഡല്ല. പക്ഷെ ഈ ലഡു ഉണ്ടല്ലോ, സാധാരണ അവരുടെ ബോക്സിൽ ചെറിയ ബോക്സ് കിട്ടുന്നത് കുറച്ചും കൂടെ സോഫ്റ്റ് ആവാറുണ്ട് കേട്ടോ. ഇത് ലേശം കുറച്ചൊന്ന് ഹാർഡായ പോലെ ഫീൽ ചെയ്തു എനിക്ക്. പക്ഷെ അവരുടെ ഈ ലഡു മാത്രമുള്ള ബോക്സിൽ ചെറിയ ചെറിയ ലഡൂസ് കിട്ടും. അത്
വേറെ ലെവലാണ്. പിന്നെ ബാദുഷയും ഒട്ടും ഹാർഡല്ല കേട്ടോ. പുറം കുറച്ചൊന്ന് ക്രിസ്പിയാണ്, ഉള്ളും അടിപൊളിയുണ്ട്. മോത്തിച്ചൂർ ലഡു ഉള്ളുണ്ടല്ലേ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അയ്യങ്കാറിൻ്റെ ദിവാലി സ്വീറ്റ് ബോക്സ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. 40 റിയാലാണ്. 12 റിയാലിന്റെ ചെറിയ ചെറിയ ബോക്സസ് ഉണ്ട്. അതായത് സെപ്പറേറ്റ് ദിവാലി സ്പെഷ്യൽ വേറെ ഞാൻ ഗെറ്റിറ്റിൽ വേറെ ഓഫർ ഒന്നും കണ്ടില്ല കേട്ടോ. ഈ ഒരു ബോക്സും പിന്നെ ഇതിന്റെ വലിയ ബോക്സും ആണെന്ന് തോന്നുന്നു. എത്രയാന്ന് വെച്ചാൽ ഓർഡറിനനുസരിച്ചാണെന്ന് തോന്നുന്നു വേറെ കണ്ടത്. ഗെറ്റിറ്റ് ഈ ഒരു ബോക്സേ ഞാൻ കണ്ടുള്ളൂ. ഇനിയിപ്പോ ലുലുലോ FFCയിൽ അവിടെ എവിടെയെങ്കിലും വേറെ ചെറിയ ബോക്സസ് ആയിട്ട് ഇരിക്കുന്നുണ്ടോന്ന് അറിയില്ല. നമ്മൾ പോയി നോക്കിയിട്ടില്ല. അത് ദിവാലി ആയിട്ട് ഉണ്ടാവുന്നുണ്ടാവും. സാധാരണ നോർമൽ അവർക്ക് ബാക്കി എല്ലാ ദിവസവും അവർക്ക് ഒരു ബോക്സസ് അവിടെ ഉണ്ടാവും. എന്തായാലും അയ്യങ്കാറിന്റെ ഏതെങ്കിലും ഒരു ബോക്സ് എങ്കിലും വാങ്ങിയിട്ട് 12 റിയാലാണ് ഒരു ബോക്സിനുള്ളത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. സ്പെഷ്യലി മിനി ജാഗ്രി. അതെ, മിനി ജാഗ്രിയും ഗീപ്പാക്കും ലഡും എല്ലാം. മിനി ജാഗ്രി വേറെ ലെവലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. ജസ്റ്റ് ദിവാലി ആയതുകൊണ്ടൊന്ന് നമ്മൾ വാങ്ങിയപ്പോൾ അയ്യങ്കാറിന്റെ ദിവാലി ബോക്സ് എന്ന് കേട്ടപ്പോൾ ചാടി വീണതാണ് ഞാനും. കാരണം ബാക്കിയെല്ലാം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഉള്ളത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്താണ്. എനിക്ക് ലഡു കുറച്ചൊന്ന് സാധാരണ കിട്ടുന്ന ബോക്സിനേക്കാളും കുറച്ചൊന്ന് ഹാർഡായിട്ട് തോന്നി. ബാക്കിയെല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കച്ചുകത്തിലി എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് സാധനങ്ങളാണ് എല്ലാം. പിന്നെ നല്ല നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും കഴിക്കുമ്പോൾ. നെയ്യിലുണ്ടാക്കിയതാണെന്നുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വേണമെങ്കിൽ ബോക്സ് ഓർഡർ ചെയ്യാം. നമ്മൾ ഗെറ്റിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അതല്ല നിങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ലുലു, FFC, ഇന്ത്യൻ എല്ലായിടത്തും കാണാറുണ്ട് നമ്മൾ അല്ലേ. നമ്മൾ സ്ഥിരം ഇന്ത്യൻ ലുലു. പക്ഷേ ഇന്ത്യനിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ദിവാലി സെലിബ്രേറ്റ് ചെയ്യാം. എല്ലാവർക്കും ഹാപ്പി ദിവാലി. എല്ലാവരും വളരെ സേഫായിട്ടും എല്ലാ പ്രിക്കോഷനും കൂടി സെലിബ്രേറ്റ് ചെയ്യുക. ഗ്യാതറിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം വളരെ സേഫായിരിക്കുക. ഹാപ്പി ദിവാലി. എല്ലാവർക്കും ഹാപ്പി ദിവാലി. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. താങ്ക് യു ഫോർ വാച്ചിങ്.